നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രീമദ് ഭഗവത്ഗീതയിലെ രണ്ടാം യോഗമായ സാംഖ്യയോഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അർജുന വിഷാദയോഗത്തിൻ്റെ തുടർച്ചയാണ് സാംഖ്യയോഗത്തിലെ ആദ്യത്തെ 10 ശ്ലോകങ്ങളിൽ വിവരിക്കുന്നത്. 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അർജുനനിൽ പിടിപെട്ടിരിക്കുന്ന ശോകഭാവങ്ങളെ ഭഗവാൻ മനസ്സിലാക്കി. അർജുനന് ഈ അവസ്ഥ താൽക്കാലികമായി വന്നുകൂടിയതാണെന്ന് ഭഗവാൻ തിരിച്ചറിഞ്ഞു. അത് അർജുനനെ ബോധ്യപ്പെടുത്തണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. യുദ്ധം ആസന്നമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശ്രേഷ്ഠന്മാർക്ക് ഒട്ടും ചേരാത്ത, പരലോകപ്രാപ്തിക്ക് വിഘാതമായിരിക്കുന്ന, തടസ്സമായിരിക്കുന്ന, അല്ലെങ്കിൽ അപകീർത്തിയുണ്ടാക്കുന്ന ഈ മൗഢ്യത്തെ കളയണമെന്ന് ഭഗവാൻ അർജുനനോട് പറയുന്നു. അർജുനൻ്റെ മനസ്സിലുള്ളത് മുഴുവൻ കേട്ടതിന് ശേഷം മാനസികമായി തകർന്നിരിക്കുന്ന അർജുനനെ ഉയർത്തിക്കൊണ്ടുവരാനാണ് ഭഗവാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന താൽക്കാലിക വിഭ്രാന്തി അർജുനനെ തിരിച്ചറിയിക്കണം, ഒന്ന് പിടിച്ചു കുലുക്കണം. അങ്ങനെ ഉദ്ദേശിച്ചു തന്നെയാണ് ഭഗവാൻ പറഞ്ഞു തുടങ്ങിയത്. അല്ലയോ അർജുന, നീ ഭയത്തെ പ്രാപിക്കുന്നത് ശരിയല്ല. അത് നിനക്ക് ചേർന്നതല്ല പരന്തപ. മനസ്സിൻ്റെ തുച്ഛമായ അധൈര്യത്തെ കളഞ്ഞ് നീ യുദ്ധത്തിനായി എഴുന്നേൽക്കുക. നിന്നിലെ ക്ലേബത്വം വെടിയുക. ഒരു ഭീരുവാണെന്ന് തെളിയിക്കാതിരിക്കുക. ഭഗവാൻ ഈ പറഞ്ഞത് കേട്ടപ്പോൾ അർജുനൻ്റെ മനസ്സ് കൂടുതൽ കലങ്ങിമറിയുകയാണ് ഉണ്ടായത്. ഒരു പിച്ചും പേയും പറയുന്ന അവസ്ഥയിലേക്കായി, ഒരു ശൂന്യമായ അവസ്ഥയിലേക്കായി എന്ന് പറയാം. ഒന്നിനും ഒരു താല്പര്യമില്ലാത്തവനായി അർജുനൻ ഭഗവാനോട് പറയുകയാണ്. ഭഗവത്ഗീത സാംഖ്യയോഗം ശ്ലോകം 4. അർജുന ഉവാച. അർജുനൻ ഇവിടെ ഭഗവാനോട് ചോദിക്കുകയാണ്, കഥം ഭീഷ്മം അഹം സംഘേ, കഥം ഭീഷ്മമഹം സംഘേ, ദ്രോണം ച മധുസൂദന, ദ്രോണം ച മധുസൂദന, ഇഷുഭിഃ പ്രതിയോത്സ്യാമി, ഇഷുഭിഃ പ്രതിയോത്സ്യാമി, പൂജാർഹൗ അരിസൂദന, പൂജാർഹവരിസൂദന. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. ഹേ അരിസൂദന, അരി ശത്രു, അല്ലയോ ശത്രുവിനെ നിഗ്രഹിക്കുന്നവനെ. മധുസൂദന, മധുവെന്ന അസുരനെ കൊന്നവനുമായ കൃഷ്ണ. പൂജാർഹൗ, പൂജിക്കപ്പെടേണ്ടവരായ. ഭീഷ്മം ദ്രോണം ച, ഭീഷ്മരെയും ദ്രോണരെയും. സംഘേ, യുദ്ധത്തിൽ, ഈ യുദ്ധത്തിൽ. സാംഖ്യത്തിന് യുദ്ധമെന്നും അർത്ഥമുണ്ട്. മറ്റൊന്ന് ജ്ഞാനം എന്നാണ്. സാംഖ്യയോഗം ജ്ഞാനയോഗം. അഹം, ഞാൻ. ഇഷുഭിഃ, ബാണങ്ങളാൽ, അമ്പുകളാൽ. കഥം, എങ്ങനെ. പ്രതിയോത്സ്യാമി, എതിർത്ത് യുദ്ധം ചെയ്യും. ശത്രുക്കളെ നിഗ്രഹിക്കുന്ന ഹേ മധുസൂദന, പൂജിക്കപ്പെടേണ്ടവരായ ഭീഷ്മരെയും ദ്രോണരെയും ഞാൻ യുദ്ധത്തിൽ എങ്ങനെയാണ് ബാണങ്ങൾ കൊണ്ട് എതിർത്ത് യുദ്ധം ചെയ്യുന്നത്? പൂജ്യന്മാരായ, പൂജിക്കപ്പെടേണ്ടവരായ അവരെ എതിർക്കുന്നത് ധർമ്മമാണോ, നീതിയാണോ? ക്ഷത്രിയന്
യുദ്ധം ധർമ്മമാണെങ്കിലും പിതാമഹനോടും ആചാര്യനോടും യുദ്ധം ചെയ്യുന്നത് പാടില്ലാത്തതല്ലേ? ഗുരുവിനോട് ഹും എന്നോ താൻ എന്നോ പറയുന്നത് തന്നെ പാപമായിരിക്കെ ബാണങ്ങൾ കൊണ്ട് പ്രഹരിക്കുന്നത് മഹാപാപമല്ലേ? അറിഞ്ഞുകൊണ്ട് കൃഷ്ണ, ഞാൻ എങ്ങനെ ഈ പാപം ചെയ്യും? ഭക്തന്മാരുടെ ക്രോധാദി ശത്രുക്കളെ ഇല്ലാതാക്കി അവർക്ക് നല്ല മാർഗം കാണിച്ചു കൊടുക്കുന്ന ഭഗവാൻ യുദ്ധം ചെയ്ത് ജയിച്ചു കിട്ടുന്ന രാജ്യത്തിൽ നിന്നുള്ള സുഖം അനുഭവിക്കണമെന്നുള്ള ആഗ്രഹത്തെ ഇല്ലാതാക്കി ഈ അധർമ്മത്തിൽ നിന്ന് എന്നെ പിന്തിരിപ്പിച്ച് സംരക്ഷിക്കുവാൻ കരുണയുണ്ടാകണം എന്നാണ് അരിസൂദന എന്ന സംബോധന കൊണ്ട് അർജുനൻ സൂചിപ്പിക്കുന്നത്. കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭിഃ പ്രതിയോത്സ്യാമി പൂജാർഹാവരിസൂദന. സാഖ്യയോഗം ശ്ലോകം 5. ഗുരൂൻ അഹത്വാ ഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈഷ്യം അപി ഇഹ ലോകേ. ശ്രേയോ ഭോക്തും ഭൈഷ്യമപീഹ ലോകേ ഹത്വാത് അർത്ഥം കാമാൻ ഗുരൂൻ ഇഹ ഏവ. ഹത്വാർത്ഥ കാമാംസ്തു ഗുരു നിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുധിര പ്രതിഗ്ധാൻ. ഭുഞ്ജീയ ഭോഗാൻ രുധിര പ്രതിഗ്ധാൻ. ഇവിടെ അർജുന വിഷാദ യോഗത്തിൽ അർജുനൻ പ്രകടിപ്പിച്ചിരുന്ന മാനസികാവസ്ഥയിൽ നിന്നും ഏറെ കലുഷമായി മുന്നോട്ടു പോയ അർജുനനെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്കൊന്ന് നോക്കാം. മഹാനുഭാവാൻ, വളരെ മഹിമയുള്ള കീർത്തിയുള്ള എന്ന അർത്ഥം. ഗുരൂൻ, ആചാര്യന്മാരെ, മഹാനുഭാവന്മാരായ ആചാര്യന്മാരെ, അഹത്വ, കൊല്ലാതെ അല്ലെങ്കിൽ കൊല്ലുന്നതിനേക്കാൾ, ഇഹലോകേ, ഈ ലോകത്തിൽ, ഭൈക്ഷ്യം അപി, ഭിക്ഷാന്നത്തെയെങ്കിലും, ആചാര്യന്മാരെ കൊല്ലുന്നതിനേക്കാൾ ഭിക്ഷാന്നത്തെയെങ്കിലും ഭോക്തും ഉണ്ണുന്നതാണ് ശ്രേയഃ, അധികം നല്ലത്, അധികം ശ്രേഷ്ഠമായിട്ടുള്ളത്. അർത്ഥകാമാൻ, ദ്രവ്യത്തിലിച്ഛയുള്ള അല്ലെങ്കിൽ ആഗ്രഹമുള്ള, സമ്പത്തിൽ ആഗ്രഹമുള്ളവരായി, ഗുരൂൻ, ആചാര്യന്മാരെ, ഹത്വാത്, കൊന്നാൽ, ഇഹ ഏവ, ഇവിടെ തന്നെ, രുധിരപ്രതിഗ്ധാൻ, രക്തം പുരണ്ടിരിക്കുന്ന, ഭോഗാൻ, ഭോഗങ്ങളെ, രുധിരം രക്തം, രുധിരപ്രതിഗ്ധാൻ രക്തം പുരണ്ടിരിക്കുന്ന, ഭോഗാൻ, ഭോഗങ്ങളെ, ഭുഞ്ജീയ, അനുഭവിക്കേണ്ടി വരും, അനുഭവിക്കാം. അർജുനൻ്റെ മനോവിചാരങ്ങൾ പല വഴിക്കാണ് നീങ്ങുന്നത്. ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരെ കൊല്ലാതെ, അല്ലെങ്കിൽ കൊല്ലുന്നതിനേക്കാൾ, ആചാര്യന്മാരെ കൊല്ലുന്നതിനേക്കാൾ ഈ ലോകത്തിൽ ഭിക്ഷയെടുത്ത് അന്നമുണ്ണുന്നതാണ് അധികം നല്ലതെന്ന് അർജുനൻ വിചാരിക്കുന്നു. സമ്പത്തിൽ ആശയുള്ളവരായി കുരുക്കന്മാരെ കൊല്ലുന്നുവെങ്കിൽ ഞാൻ ഈ ലോകത്തിൽ ചോര പുരണ്ടിരിക്കുന്ന ഭോഗങ്ങളെ മാത്രം അനുഭവിക്കും. രക്തം പുരണ്ടിരിക്കുന്ന ഭോഗങ്ങളെ അനുഭവിക്കും എന്ന് വെച്ചാൽ
കൊല നടത്തി നേടുന്ന വസ്തുക്കളിൽ അവരുടെ ഈ മരിച്ചവരുടെ ചോരക്കറയുണ്ടായിരിക്കും. അത് ഏതു പ്രകാരം അയോഗ്യമായിരിക്കുന്നുവോ ഉപയോഗശൂന്യമായിരിക്കുന്നുവോ അപ്രകാരം മഹാന്മാരായ ഗുരുക്കന്മാരെ കൊന്ന് അവരുടെ രക്തം പുരണ്ടു കിട്ടുന്ന ധനസമ്പാദ്യങ്ങളെയും രാജ്യങ്ങളെയും നാം അനുഭവിക്കുന്നതിന് യോഗ്യന്മാരല്ലാതായിത്തീരും. അതിലും ഭേദം ഭിക്ഷയെടുത്തു ജീവിക്കുന്നത് എന്നാണ് അർജുനൻ അർത്ഥമാക്കുന്നത്. ഒരു സമ്പൂർണ്ണ വിരക്തിയാണ് അർജുനൻ ഇവിടെ പ്രകടമാക്കുന്നത്. എല്ലാ സുഖഭോഗങ്ങളും ആസ്വദിച്ച ഒരു വ്യക്തിക്കാണ് അവസാനം ഈ വിരക്തി വന്നു ചേരുന്നത് എന്നും മനസ്സിലാക്കിയിരിക്കണം. ഇന്ദ്രപ്രസ്ഥത്തിൽ യുധിഷ്ഠിരൻ രാജാവായപ്പോൾ രാജകീയ സുഖങ്ങൾ അനുഭവിച്ചവനാണ് അർജുനൻ. ശത്രുക്കളോട് ഏറ്റുമുട്ടുമ്പോൾ അജയ്യനായ പോരാളിയാണെന്ന് തെളിയിച്ചവനാണ്. ചൂതുകളിയിൽ തോറ്റ് വനവാസത്തിനും തുടർന്ന് അജ്ഞാതവാസത്തിനും പോയപ്പോൾ എല്ലാവിധ ജീവിത സാഹചര്യവും കണ്ടവനാണ്. മനുഷ്യർക്ക് സിദ്ധിക്കാത്ത ഒരു ഭാഗ്യവും അർജുനന് കിട്ടിയിട്ടുണ്ട്. വനവാസകാലത്ത് പിതാവായ ഇന്ദ്രൻ്റെ ക്ഷണപ്രകാരം സ്വർഗത്തുപോയി 5 വർഷം ദേവഭോഗങ്ങൾ അനുഭവിച്ചവനാണ് അർജുനൻ. ഇത്യാദി സുഖഭോഗങ്ങൾ ഒക്കെയും അനുഭവിച്ച അർജുനന് ഇപ്പോൾ വിരക്തിയാണ്. യുദ്ധം ചെയ്ത് കിട്ടുന്ന സുഖഭോഗങ്ങളെക്കാൾ നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതാണെന്ന് വരെ അർജുനൻ്റെ മാനസികാവസ്ഥയിൽ മാറ്റം വന്നു. ഭിക്ഷയെടുത്ത് ജീവിക്കുന്നത് വരെ അല്ലെങ്കിൽ ഭിക്ഷയെടുക്കുന്നതാണ് നല്ലതെന്ന് വരെ ചിന്തിക്കുന്ന ഒരു മാനസിക അവസ്ഥയിലേക്കാണ് അർജുനൻ വന്നത്. അധർമ്മമായ യുദ്ധനിർവഹണത്തെ കേവലം വൃത്തി പ്രയോജനമാണെന്നു തെറ്റിദ്ധരിച്ച അർജുനൻ അതിൽ അധർമ്മത്തെ ആരോപിച്ചു പറയുന്നു. ഗുരുജനങ്ങളെ ഹനിക്കാതെയിരുന്നാൽ പരലോകസിദ്ധിക്ക് തടസ്സമില്ല. ഈ ലോകത്ത് രാജ്യം കൗരവർ അപഹരിച്ചെടുത്താൽ എടുത്തോട്ടെ, പിന്നെ എങ്ങനെ കഴിഞ്ഞുകൂടും എന്നാണെങ്കിൽ ഭിക്ഷയെടുക്കും. ഗുരുജനങ്ങളുടെ രക്തക്കറ പുരണ്ട സൗഭാഗ്യമൊന്നും എനിക്കു വേണ്ട. ഗുരുനിഹത്വാഹി മഹാനുഭാവാൻ ശ്രേയോ ഭോക്തും ഭൈഷ്യമബീഹലോകേ ഹത്വാർത്ഥകാമാംസ്തു ഗുരുനിഹൈവ ഭുഞ്ജീയ ഭോഗാൻ രുതിരപ്രധിക്താൻ. സാഖ്യയോഗം ശ്ലോകം 6. ന ച ഏതത് വിക്മ കദരൻ നോ ഗിരിയഹാഹ ന ചൈതത് വിക്മ കദരന്നോ ഗിരിയോ യദ് വാ ജയേമ യദി വാനോ ജയേയുഹു യദ്വാ ജയമേ യദി വാ നോ ജയോയുഹു യാൻ ഏവ ഹത്വാ ന ജിജീവിഷാമ യാനേവ ഹത്വാ ന ജിജീവിഷാമ അസ്തേ അവസ്ഥിത പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ ജിജീവിഷാമസ്തേ അവസ്ഥാഃ പ്രമുഖ ധാർത്തരാഷ്ട്രാഃ. അർജുനൻ കൂടുതൽ പരിതാപകരമായ അവസ്ഥയിലാണ് തൻ്റെ മനോനില ഭഗവാനോട് പങ്കുവയ്ക്കുന്നത്. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം നമുക്ക് നോക്കാം. യദ്വാ ഒന്നുകിൽ ഏതാൻ ഇവരെ വയം ഞങ്ങൾ ജയമേ ജയിക്കും യദിവ അല്ലെങ്കിൽ ധാർത്തരാഷ്ട്രാഃ ദുര്യോധനാദികൾ ഒന്നുകിൽ ഈ യുദ്ധത്തിൽ അവർ ജയിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും. ഈ രണ്ടിലൊന്ന് നിശ്ചയമാണ് ഇവിടെ അർജുനൻ പറയുന്നത്. നഹ ഞങ്ങൾക്ക് കരതൽ ഏതാണ്
ഗരിയഹ അധികം ശ്രേഷ്ഠമായിട്ടുള്ളത്. ഈ രണ്ടു കാര്യങ്ങളിൽ ഒന്നുകിൽ അവർ ജയിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കും. ഈ രണ്ടു കാര്യങ്ങളിൽ ഏതാണ് ഞങ്ങൾക്ക് അധികം ശ്രേഷ്ഠമായത്? ഏതത് എന്നത് നച വിദ്മഹ, ഞങ്ങൾ അറിയുന്നില്ല, ഏതാണെന്ന് ഞങ്ങൾ അറിയുന്നില്ല. യാൻ ഏവ, യാതൊരുത്തരെ ഹത്വ കൊന്നിട്ട്, ന ജിജീവിഷാമ, ഞങ്ങൾ ജീവിച്ചിരിപ്പാൻ ഇച്ഛിക്കുന്നില്ലയോ, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ആഗ്രഹം ഇല്ലയോ. തേ അവർ, പ്രമുഖേ എതിരായി നേർക്കുനേർ, മുഖാമുഖം അവസ്ഥിതാഹ വന്നു നിൽക്കുന്നു. ഒന്നുകിൽ ഞങ്ങൾ അവരെ ജയിക്കുക, അല്ലെങ്കിൽ ദുര്യോധനാദികൾ ഞങ്ങളെ ജയിക്കുക എന്നീ രണ്ടു പക്ഷത്തിൽ ഞങ്ങൾക്കേതാണ് അധികം നല്ലതെന്ന് അറിഞ്ഞുകൂടാ ഭഗവാനേ. യാതൊരുത്തരെ കൊന്നിട്ട് ഞങ്ങൾ ജീവിച്ചിരിപ്പാൻ ഇച്ഛിക്കുന്നില്ലയോ, അവർ തന്നെ നമ്മുടെ എതിരായി വന്നു നിൽക്കുന്നു. എന്താണ്, ആരോടാണ് പറയുന്നതെന്ന സ്ഥലകാലബോധം ഇല്ലാത്തവനെ പോലെയാണ് അർജുനൻ ഭഗവാനോട് പറയുന്നത്. യുദ്ധത്തിൽ മരിക്കുന്നവർ സ്വർഗത്തിലെത്തും, ജയിക്കുന്നവർക്ക് രാജ്യം കിട്ടും. ഈ രണ്ടു കാര്യങ്ങളിലും അർജുനന് സംശയമാണ്. ഹേ കൃഷ്ണ, കൊല്ലാതിരിക്കുന്നത് കൊണ്ട് ഭിക്ഷാന്നമോ ശ്രേഷ്ഠം, ക്ഷത്രിയനായതുകൊണ്ട് ജയമോ മരണമോ ശ്രേഷ്ഠം? ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് വിവേചന ബുദ്ധിയില്ല. യുദ്ധത്തിൽ ഞങ്ങൾ അവരെയോ അവർ ഞങ്ങളെയോ ജയിക്കുക എന്നും നിശ്ചയമില്ല. അഥവാ ഞങ്ങൾ തന്നെ ജയിക്കുമെങ്കിലും തോറ്റ ഫലമേ ഞങ്ങൾക്ക് കാണുകയുള്ളൂ. എന്തുകൊണ്ടെന്നാൽ ഏതൊരുത്തരെ അല്ലെങ്കിൽ ആരെയാണോ വധിച്ച ശേഷം ജീവിച്ചിരിക്കണമെന്ന ആഗ്രഹം പോലും ഞങ്ങൾക്കില്ലയോ, ആ ദുര്യോധനാദികളാണ് യുദ്ധത്തിനൊരുങ്ങി ഞങ്ങളുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. അവരെ കൊന്നതിന് ശേഷം സുഖിച്ചു ജീവിക്കുന്നതെങ്ങനെ? അതിനാൽ ജയമുണ്ടായിട്ടും ഫലമില്ല. യുദ്ധത്തിൽ നിന്ന് ലഭിക്കുന്നത് പ്രേയസാണ്, ശ്രേയസ്സല്ല. എന്താണ് പ്രേയസ്സും എന്താണ് ശ്രേയസ്സെന്നും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. മാനവരാശിക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് രണ്ടു തരം ജീവിത രീതികളാണ്. ഒന്ന് ഭൗതിക ജീവിതം, മറ്റൊന്ന് ആത്മീയ ജീവിതം. ഭൗതിക ജീവിത രീതി കൊണ്ട് നേടുന്നവയെല്ലാം പ്രേയസ്സെന്നും ആത്മീയത കൊണ്ട് നേടുന്നതിനെ ശ്രേയസ്സെന്നും പറയുന്നു. ഭാരതീയ സംസ്കാരം ഈ രണ്ടു വഴികളെക്കുറിച്ചും നമുക്ക് വേർതിരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ലൗകിക കാര്യങ്ങളിലുള്ള ആഗ്രഹം നിമിത്തം മൂഢബുദ്ധികൾ പ്രേയസിൻ്റെ വഴി സ്വീകരിക്കുന്നു. എന്നാൽ ധീരന്മാരായവർ പ്രേയസിനേക്കാൾ ശ്രേയസിൻ്റെ വഴി ശ്രേഷ്ഠമെന്നറിഞ്ഞ് അത് സ്വീകരിക്കുന്നു. ലൗകിക വിഷയഭോഗങ്ങൾ കൊണ്ട് താൽക്കാലിക ഇന്ദ്രിയ സുഖങ്ങൾ പ്രദാനം ചെയ്യപ്പെടുന്നതാണ് പ്രേയസിൻ്റെ വഴി. ഇന്ന് ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് ഈ പ്രയോമാർഗത്തിൽ കൂടിയാണ്. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സംസ്കാരവും അതുതന്നെ. ഉയർന്ന വിദ്യാഭ്യാസം, അതിനനുസരിച്ച് ഉയർന്ന ശമ്പളമുള്ള ജോലി, വരുമാനത്തിന് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ, ഇവയെല്ലാമാണ് നമ്മുടെ ലക്ഷ്യം. എങ്ങനെയും സുഖലോലുപത്വം വർദ്ധിപ്പിക്കുക. എന്നാൽ ഇവയെല്ലാം അവസാനം ദുഃഖപര്യവസായിയായി മാറുന്നു എന്നത് ആരും ചിന്തിക്കുന്നില്ല. പണമാണ് എല്ലാവർക്കും പ്രധാനം. അതേത് വഴിക്കും സമ്പാദിക്കാനുള്ള നെട്ടോട്ടം. സദാചാരങ്ങൾക്കോ സംസ്കാരത്തിനോ യാതൊരു പ്രസക്തിയും ഇല്ലതാനും. എന്നാൽ ശ്രേയസിൻ്റെ വഴി സ്വീകരിക്കുന്ന വിവേകമതികൾ രണ്ടു മാർഗങ്ങളുടെയും ഗുണദോഷ ഫലങ്ങളെ വേർതിരിച്ചറിഞ്ഞ് നിത്യമായ ആനന്ദാനുഭവത്തെ ലക്ഷ്യമാക്കി ശ്രേയോമാർഗത്തിൽ ജീവിക്കുന്നവരാണ്. അവർ പണത്തേക്കാൾ മൂല്യങ്ങൾക്ക് വിലമതിക്കുന്നു.
അർജുനൻ ചിന്തിക്കുന്നതും ഇപ്രകാരമുള്ള ശ്രേയസിനെ ആണ്, പ്രേയസിനെ അല്ല. വിദ്യയുടെ മാർഗമായ ശ്രേയസ്സു തന്നെ സ്വീകരിക്കുന്നു. ഇവിടെ അർജുനൻ്റെ മനസ്സ് ഒരു ഗുരുവിനെ തേടുന്നതുപോലെയാകുന്നു. ന ചൈതത് വിത്മകതരന്നോ ഗിരിയോ യദ്വാ ജയേമ യദി വാനോ ജയേയു യാനേവ ഹത്വാ ന ജിജീവിഷാമേ അസ്തേയവസ്ഥിത പ്രമുഖേധാർത്ഥരാഷ്ട്ര. സാഖ്യയോഗം ശ്ലോകം 7. കാർപ്പണ്യദോഷോ ഉപഹത സ്വഭാവം അഹം കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാ യത് ശ്രേയഃ സ്യാദ് നിശ്ചിതം തൽ ബ്രൂമിസ്തമേ യശ്രേയേ സ്യാന്നിശ്ചിതം ബ്രൂമിതേ ബ്രൂമിതന്മേ യശ്രേയാ സ്യാന്നിശ്ചിതം ബ്രൂമിതന്മേ തേ ശിഷ്യ അഹം ശാതി മാം ത്വാം പ്രപന്നം ശിഷ്യതസ്തേഹം ശാതി മാം ത്വാം പ്രപന്നം. ഇവിടെ അർജുനൻ്റെ മാനസികാവസ്ഥ മറ്റൊരു തലത്തിലേക്ക് മാറുന്നത് നമുക്ക് കാണാം. ഈ ശ്ലോകത്തിൻ്റെ അന്വയാർത്ഥം അതാണ് വ്യക്തമാക്കുന്നത്. കാർപ്പണ്യദോഷോപഹത സ്വഭാവ കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. കാർപ്പണ്യദോഷം ഇവയാൽ ബന്ധിക്കപ്പെട്ട സ്വഭാവത്തോടുകൂടിയ. എന്താണ് കാർപ്പണ്യദോഷം? കൃപണന്മാർക്കുള്ള ദോഷം. ആരാണ് ഈ കൃപണന്മാർ എന്നറിഞ്ഞിരിക്കണം. തനിക്ക് നിയോഗിക്കപ്പെട്ടുള്ള പ്രവൃത്തി നേരാവണ്ണം ചെയ്യാതെ, അല്ലെങ്കിൽ തൻ്റെ ധർമ്മത്തിനനുസരിച്ച് നിയോഗിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ധർമ്മത്തിനനുസരിച്ച് ജീവിക്കാതെ എന്നെക്കൊണ്ടൊന്നും പറ്റില്ലെന്ന് വിചാരിച്ച് വെറുതെ നടക്കുന്ന, സ്വയം പഴി പറഞ്ഞ് നടക്കുന്നവരാണ് കൃപണന്മാർ. ഈ കൃപണത്വം തനിക്ക് വന്നു ചേർന്നുവെന്ന് അർജുനൻ സ്വയം സമ്മതിക്കുന്നു. കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ. സ്വയം പഴി പറഞ്ഞ് ജോലി ചെയ്യാതെ നടക്കുന്ന സ്വഭാവത്തോടു കൂടിയ, ഉപഹതം മൂടപ്പെട്ടവനായ, അഹം ഞാൻ, ധർമ്മസമ്മൂഢചേതസ ധർമ്മത്തിൽ സംശയമുള്ള മനസ്സോടു കൂടിയായിട്ട്, എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്തവനായിട്ട്, അല്ലെങ്കിൽ ഭ്രമം ബാധിച്ചവനായിട്ട്, ത്വാം അങ്ങയോട്, പൃച്ഛാമി ചോദിക്കുന്നു, യൽ മേ ഏതാണ് എനിക്ക്, നിശ്ചിതം നിശ്ചയിക്കപ്പെട്ട, അല്ലെങ്കിൽ പരമാർത്ഥമായിട്ട്, ശ്രേയഃ സ്യാൽ ശ്രേയഃ സ്യാൽ സുഖമായി സ്യാൽ ഭവിക്കുന്നത്, തൽ ബ്രൂമി അതിനെ പറഞ്ഞാലും. ബെല്ലും ബ്രേക്കും ഇല്ലാത്തവനെന്ന് നമ്മൾ പറയാറില്ലേ? അതേ അവസ്ഥയിലാണ് അർജുനൻ. മിത്രങ്ങളെ ദ്രോഹിക്കുമ്പോഴുണ്ടാകുന്ന മനക്ലേശവും, ഗുരുപിതാക്കന്മാരെ പിതാമഹന്മാരെ കൊന്നാലുണ്ടാകുന്ന പാപത്തെക്കുറിച്ചും ചിന്തിച്ച അർജുനൻ ഇപ്പോൾ കൃപണത്വമുള്ള, കാർപ്പണ്യദോഷമുള്ളവനായി മാറി. എന്തു ചെയ്യണമെന്ന് അറിയാൻ വയ്യാത്ത ഒരു അവസ്ഥ, ഒരു കീഴടങ്ങൽ ഭാവത്തിലേക്ക് അർജുനൻ്റെ മാനസിക നിലയെത്തി. പിന്നെയോ, അഹം ഞാൻ, തേ ശിഷ്യ അങ്ങയുടെ ശിഷ്യനാകുന്നു, ത്വാം അങ്ങയെ, പ്രപന്നം മാം ശരണം പ്രാപിക്കുന്ന എന്നെ, ശാധി ശിക്ഷിച്ചാലും, ഇവിടെ ഉപദേശിച്ചാലും എന്നാണ് അർത്ഥമാക്കേണ്ടത്. കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തന്നാലും എന്നാണ് ഇവിടെ അർജുനൻ ഭഗവാനോട് അപേക്ഷിക്കുന്നത്. ഒരു സമ്പൂർണ്ണ കീഴടങ്ങൽ ഭാവത്തിലേക്ക് അർജുനൻ എത്തി.
മരവിച്ചു പോയ മനസ്സിന് ഇനിയൊന്നും ചെയ്യാനില്ല, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് അങ്ങ് പറഞ്ഞു തന്നാലും. ഈ ഒരവസ്ഥ നമ്മളിൽ എല്ലാവർക്കും അനുഭവപ്പെടാറുണ്ട്. എല്ലാം ഉണ്ടെങ്കിലും ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ, അകാരണമായ ഒരു ഉത്കണ്ഠ. സാമ്പത്തികമായും സാമൂഹികപരമായാലും കുടുംബപരമായാലും ഒന്നിനും ഒരു കുറവില്ല. പക്ഷേ ചിലപ്പോൾ ഒരു വിരക്തി, ഒരു മൂഡ് ഓഫ് ഉണ്ടാകാറില്ലേ? ഈ അവസ്ഥ എത്തിച്ചേരുന്നത് ഒരു രക്ഷകനെ അല്ലെങ്കിൽ ഒരു ഉപദേശകനെ ആവശ്യമായി വരുമ്പോഴാണ്. ഒന്നോർക്കുക, അപ്പോൾ ഭഗവാനിലേക്കാണ് നമ്മൾ ശരണം പ്രാപിക്കേണ്ടത്. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം നമുക്കവിടെ നിന്ന് ലഭിക്കും. അറിവുള്ള ഒരാളിൻ്റെ ഉപദേശം നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കും. ഇവിടെ അർജുനന് ഇനി ഒന്നും ചെയ്യാനില്ല. മനസ്സ് നേരെ നിൽക്കുന്നില്ല. ഇനി എന്തെങ്കിലും ചിന്തിക്കണമെങ്കിലോ പ്രവർത്തിക്കണമെങ്കിലോ ഭഗവാൻ വിചാരിക്കണം. അതിനാൽ ഭഗവാനെ, അവിടുന്ന് എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കണം എന്നാണ് അർജുനൻ്റെ അപേക്ഷ. കാർപ്പണ്യദോഷങ്ങളാൽ ബാധിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനും ധർമ്മത്തിൽ സന്ദേഹമുള്ള മനസ്സോടുകൂടിയവനുമായ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, യാതൊന്നിനാണ് എനിക്ക് നിശ്ചയമായിട്ട് സുഖകരമായി ഭവിക്കുന്നത്, അതിനെ പറഞ്ഞാലും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ മുന്നോട്ട് നയിച്ചാലും അനുശാസിച്ചാലും ഭഗവാനേ. പണ്ഡിതനായ അർജുന, നീ മൂഢനെപ്പോലെ ധർമ്മത്തെ അധർമ്മമായും അധർമ്മത്തെ ധർമ്മമായും വിചാരിക്കുവാൻ കാരണമെന്താണെന്ന് ഭഗവാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം അർജുനൻ പറഞ്ഞതാണ്, പരമഗുരു ഭഗവാനെ, ആത്മസ്വരൂപത്തെ മറയ്ക്കുന്നതായ അജ്ഞാനം, കാർപ്പണ്യം, ആത്മാവല്ലാത്തതിൽ ആത്മാവെന്ന മോഹമാകുന്ന ദോഷത്താൽ ദേഹേന്ദ്രിയങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ആത്മാവിൽ എൻ്റെ മനസ്സ് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് ധർമാധർമ്മങ്ങളെ നിർണയിക്കുന്ന സംഭ്രമം നേരിടുന്നു. ധർമാധർമ്മങ്ങളെ നിർണയിക്കുവാൻ സാധിക്കുന്നില്ല. എനിക്ക് സംഭ്രമം നേരിടുന്നു. എനിക്ക് സർവദുഃഖ ശാന്തിക്കും ശ്രേയോ പ്രവൃത്തിക്കും ഉത്തമമാർഗവും അത് ലഭിക്കുവാൻ ഞാൻ ചെയ്യേണ്ടതായ ധർമ്മവും എന്താണെന്ന് അങ്ങ് ഉപദേശിക്കണം. എന്നെ പ്രാർത്ഥനയോടെ പരമഗുരുവായിരിക്കുന്ന ഭഗവാനെ, ഞാൻ അങ്ങയെ ശരണം പ്രാപിക്കുന്നു. അർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേത യശ്രേയസ്യാന്നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേയഹം ശാതി മാം ത്വം പ്രപന്നം.